പറയ്. അളിയാ നീ ആ ടി വി ഒന്ന് വെച്ചേ. എന്താണ്? പെട്ടെന്ന് വാർത്ത ഒന്ന് വെക്കളിയാ. पूरे देश में आज रात 12 बजे से संपूर्ण देश में संपूर्ण लॉकडाउन होने जा रहा है। നാളെ തൊട്ട് എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് हिंदुस्तान को बचाने के लिए, हिंदुस्तान के हर नागरिक को बचाने के लिए, പരീക്ഷിക്കണേ? आपको बचाने के लिए അമ്മ ഇനി ആരുടെ മുഖത്തോട്ട് നോക്കണ്ട. നാളെ തൊട്ട് ലോക്ക്ഡൗണാ. ലോക്ക്ഡൗണോ? അതെന്തൂട്ടാ? ലോക്ക്ഡൌൺ ആണ്, ദയവായി ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി മുതൽ കേരളത്തിലെ ജനജീവിതം മാറുകയാണ്. പൊതുഗതാഗതം നിർത്തും. കോവിഡിനെ പ്രതിരോധിക്കുന്നതിനായി നമ്മുടെ രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിക്കും. ആളുകൾ കൂട്ടം കൂടുവാനോ പുറത്തിറങ്ങി നടക്കാനോ പാടുള്ളതാണ്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. ഭക്ഷ്യസാധനങ്ങൾക്കും അവശ്യ സേവനങ്ങൾക്കും ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തും എന്ന് മുഖ്യമന്ത്രി അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെ വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലും എത്തി. ആലോചിക്കും. സ്വകാര്യ എന്ത്? പ്രൈവറ്റ് കാരിയർ വാഹനങ്ങൾ, കൊറോണ. സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കും. സാർ വേട്ടാവളി വിളിക്കുന്നുണ്ട്. എന്ത് കോപ്പിനാണോ മാസ്ക് സാർ. പിന്നെ കൊറോണ മൊത്തത്തിൽ വ്യാപിച്ചു തുടങ്ങി. ഇനി നമ്മൾ വളരെ അലർട്ടായിരിക്കണം. ഉണ്ട് സാർ. മാസ്ക് സാനിറ്റൈസറൊക്കെ ഓഫീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതല്ലടോ, ഈ ലോക്ക്ഡൌൺ കാലത്ത് മദ്യം കിട്ടാതാകുമ്പോൾ മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും. അളവിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ, ശർക്കര എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. 5 ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം. പിന്നെ AC മെക്കാനിക്കുകളുടെ മേൽ നമ്മുടെ ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണം. അതിനാ സാർ. എടോ, കോപ്പർ പൈപ്പ് അവന്മാരുടെ അല്ലേ ഉള്ളത്. ആ കോപ്പർ പൈപ്പ് ഇട്ടില്ല അതിനകത്ത് വാറ്റിങ്ങോട്ട് വലിച്ചെടുക്കുന്നത്. ഒന്നും അറിയാത്ത പോലെ സാബു. പിന്നെ സതീശ, നമ്മുടെ സ്റ്റേഷൻ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തിട്ടുള്ള മദ്യം, കഞ്ചാവ്, ഡ്രഗ്സ് ഇതിന്റെ കൃത്യമായ അളവും തൂക്കവും കണക്കും എത്രയും പെട്ടെന്ന് എന്റെ ടേബിളിൽ എത്തണം. യു ഗോട്ട് ഇറ്റ്? ഓക്കെ സാർ. ഓക്കെ. സാർ ഐ ആം വെരി ഫാസ്റ്റ്. യു മേ ഗോ. ഈ ചേനക്കാർ എന്തുണ്ടാക്കിയാൽ ഡ്യൂപ്ലിക്കേറ്റാ? ഇത് മാത്രം ഒറിജിനലായി പോയില്ല. ദൈവമേ, ദവാല്ലേ? ദേവാലില്ല. പിന്നെ എന്നിട്ടുള്ളേ ഇവിടെ ഉള്ളതുള്ളൂ. എന്നുള്ളതുണ്ടാ? വേഗം കേട്ടാ, വെറുതെ. പോലീസ് അല്ല, എക്സസൈസ്. ഗുഡ് മോർണിംഗ് സാർ. കണക്കെടുക്കാൻ വന്നില്ല. ഇത് കണക്കി വെച്ചോ. കുണി വരികയാണോ സാറേ? ഇല്ല, പിടിച്ചോ. ഇങ്ങോട്ടോ സാർ. ഞാൻ എക്സാർമിമാനാണ് സാർ. എന്നിട്ടാണോ നായിന്റെ മോനെ ബ്ലാക്കി മദ്യം വെക്കുന്നത്? എനിക്ക് വേണ്ടത് നിന്റെയൊക്കെ തലയാ. എവിടെടാ നിന്റെ മുതലാളി? അറിയില്ല സാർ. അവൻ എവിടെ പോയാലും അവന്റെ മൂക്കിനടിച്ച് പൊളിച്ചിരിക്കും. സതീശ, കൂട്ടിത്തിരി. ഐ ആം വെരി അഗ്രസീവ് ഓഫീസർ. അറിയാം സാർ. എന്തുട്ട് തേങ്ങ ഗോഡ്സ നീ പറയണത്? ഇമാതിരി തെണ്ടിത്തരൊക്കെ ചെയ്തിട്ട് കൊറോണ കാലത്ത് പള്ളി തുറപ്പിച്ച് കുമ്പസരിച്ച പാവം തിരുന്ന് എന്നോട് ആരാ പറഞ്ഞത്? അല്ലച്ചോ, ബൈബിളിലൊക്കെ പാപം ചെയ്തിട്ട് കുമ്പസാരിച്ചാൽ മതി എന്നല്ലേ പറയണേ? അതൊരുമാതിരിപ്പെട്ട പാപൊക്കെ. ഇതെന്തുട്ട് പാപൊക്കെ നീ ചെയ്തു വെച്ചിക്കണ്? നീ ഒരു മഹാപാപിയായി തീർന്നല്ലോ. ഡാ, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താ നിന്റെ പേര്? ഗോഡ്സൺ. അതിന്റെ അർത്ഥം എന്താ? ദൈവപുത്രൻ എന്നല്ലേ? ദൈവപുത്രൻ. എന്നിട്ടാണോ ഇമാതിരി തെണ്ടിത്തരൊക്കെ ചെയ്യുന്നത്? അത് പിന്നെ നമ്മുടെ പണി അങ്ങനെയായി പോയില്ലച്ചോ. ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇമ്മാരി അൽക്കുലത്ത് പരിപാടിയില്ലാണ്ട് പിടിച്ചിക്കാൻ പറ്റില്ലെന്ന്. അല്ലെങ്കിൽ ആള് തവിടുകൂടി ഭസ്മായി പോന്ന്. അപ്പൊ നിനക്ക് എന്നെ ഒരു വിലയില്ല. അങ്ങനെ പറയരുതച്ചോ. ശരിയല്ലേ? അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ മദ്യപാനം നിർത്തിയത്. ഈ വരുന്ന പള്ളി പെരുന്നാളിന് 5 വർഷം ഗോഡ്സൺ വെള്ളടി നിർത്തിയിട്ട്. 5 വർഷമായ? അപ്പൊ അച്ഛനെ ബഹുമാനില്ല എന്ന് മാത്രം പറയരുത്. പുണ്യാളം പൊറക്കില്ല. ഇത് പാരത് ആക്കോട്ടാ. ഇവന്റെ ഒരു ആ ഫ്ലോ കുട്ടാ, എന്നിട്ട് ചെയ്യാ. ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആലോചിക്കണം. അത് ശരി. ഇതൊക്കെ കുറച്ച് പഠിപ്പ് കൂടിപ്പോയുള്ള കുഴപ്പം. ഇതെന്തുറ്റടാ കുട്ടുണ്ടായേ? എന്റെ ഗോഡ്സംബായ്, ക്ലാഡു കാലത്തൊട്ട് കുപ്പി വേണമെന്ന് പറഞ്ഞു വൻ സീന്. കുപ്പി വാങ്ങാൻ വേണ്ടി ബാറിൽ പോയി ഈ ദുർബലനെ എക്സസൈസ് ചെയ്ത് ബാറും പൊട്ടിച്ച്.
അങ്ങനെ വൈകുന്നേരം വരെ നോക്കിയിട്ട് കുപ്പിയൊന്നും കിട്ടിയില്ല. അവസാനം നമ്മുടെ കാട്ടാൻതൊട്ടിലെ ഷാജിയില്ലേ, ഏത് ഷാജി? നമ്മുടെ പട്ടാളത്തിലുള്ള ആ ആ അവൻ്റെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടെന്നും കേട്ട് അതും വാങ്ങി ഞാനിവിടെ എത്തുമ്പോഴേക്കും സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഉണ്ടെന്നും പറഞ്ഞ് ഈ ദുർബലിന്റെ വാക്കും കേട്ട് ഗ്ലാഡ് ഒരു കുപ്പി സാനിറ്റൈസർ എടുത്തിട്ട് കുടിച്ചു. സാനിറ്റൈസറാ? എൻ്റെ ഒരു ജനറൽ നോളജ് അനുസരിച്ച് സാനിറ്റൈസറിൽ ആൽക്കോഹോൾ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞത് നേരാ. പക്ഷെ നമ്മുടെ ഗ്ലാഡ്സ് അതെടുത്ത് കുടിക്കുന്നു ഞാൻ മനസ്സിൽ പോലും വിചാരിക്കണല്ല. ഞാൻ നടക്കങ്ങട്. റെസ്പെക്ട്. അയ്യോ അൺകോൺഷ്യസ് വിളിക്കണ്ട, ഉടനെ അപ്പം മദ്യം ചോദിക്കും. അതിനിപ്പോ എന്താ കുഴപ്പം? കുട്ടമ്മ സാധനല്ലേ? ഏത് സാധനം? കാട്ടാന്തോട് ഷാജി ഉണ്ടെന്ന് മേടിച്ച സാധനല്ലടാ. അത് ടെൻഷൻ കൂടിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഓരോന്ന് അടിച്ച് സാധനം തീർന്നു, തൊലിച്ചു. ഒരു കുപ്പി സ്കോച്ച് വാങ്ങിച്ചു തരാടാ, എങ്ങനെയെങ്കിലും ഒന്ന് ടയലാക്കി തടാ. സാബു, 1-2 കുപ്പിയല്ല 30 കുപ്പി ദവാനാ മിസ്സിങ്, മനസ്സിലായ? അത് സ്റ്റോക്ക് കാണിച്ചില്ലെങ്കിൽ നിന്റെ പണി പോകൂട്ടാ. ഒരു പിടിയും കിട്ടുന്നില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല, എടുത്തോണ്ട് പോയി കുടിക്കുമ്പോൾ ആലോചിക്കണേ ഇതൊക്കെ കണക്കുള്ള മദ്യാന്ന്. ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് 30 കുപ്പി ദവാനൊപ്പിക്കാൻ നോക്ക്. അതുവരെ സാറിനെ എന്തേലും പറഞ്ഞ് ഞാൻ പിടിച്ചു നിർത്തിക്കൊള്ളാം, പക്ഷേ പെട്ടെന്ന് വേണോട്ടോ. ഗ്ലാഡ് ഉറങ്ങാ. ഹോസ്പിറ്റലിൽ നിന്ന് തലയൊക്കെ ഇടിച്ച് പൊളിച്ചതേ സഡേഷൻ കൊടുത്ത് കെടുത്തേക്കാ. ഇല്ല ഇപ്പൊ എഴുന്നേറ്റായി തന്നെ കുപ്പി ചോദിക്കും. എനിക്കാണെങ്കിൽ അത് ആലോചിച്ചിട്ട് എത്തും പിടിക്കിട്ടാ ഞാൻ. അയ്യോ ഗ്ലാഡ് മറ്റേ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, എന്താ അവസ്ഥ? ഹായ്, ആനകളി തുടങ്ങി. നേരത്തെ കുതിരകളി ഇറങ്ങും. തുമ്പിക്കൈപ്പൊ കണ്ടോ? ചേട്ടാ കുപ്പി കിട്ടിയാ? കിട്ടൂടാ, ചേട്ടായി സെറ്റ് ചെയ്യുന്നുണ്ട്. ചേട്ടാനെ പറ്റിക്കണ സത്യം പറ. ഗ്ലാഡോ കുറച്ചു നേരം കൂടെ ഒന്ന് കിടന്നു ഉറങ്ങണ. ഇനിയും ഉറങ്ങണ ഇച്ചിരി നേരം കൂടി, അപ്പോഴേക്കും ചേട്ടായി ഒരു ഫുള്ളായിട്ട് വരും. നല്ല മല്ലേ, ഇച്ചിരി നേരം. അടുത്ത കളി തുടങ്ങുന്ന മുമ്പ് കുപ്പി ഒപ്പിച്ചോട്ടോ പോയി. എന്റെ പൊന്നു കോട്സ, ഒരു ബാറിന്റെ മുതലാളി നോക്കണ്ട കരിക്ക് സത്യ എന്റെ മൂക്കിന്റെ പാലടി ചേർത്ത്. ഒന്നില് ഞാൻ ഒരു അബ്കാരിയല്ലേ, ഇങ്ങനെ പട്ടീനെ തല്ലണ പോലെ എന്നെ തല്ലാൻ പാടണ്ട. അല്ല തോമസ്, നമുക്ക് ആ എസ്സേനൊന്നും ചെയ്യാൻ പറ്റില്ലേ? വല്ല സ്ഥലം മാറ്റം എന്തെങ്കിലും? ഒന്നും നടക്കില്ല. ഇല്ലല്ലേ? ആഭ്യന്തരമന്ത്രിയുടെ ഭാര്യരെ എന്തോ അടുത്ത ബന്ധുണ് ഇയാള്. തൽക്കാലം ഞാൻ ഇവിടുന്ന് മാറിയാലോ ആലോചിക്കുക. ആ ബാർ ഓർന്നിട്ട് ഒരു ഫുള്ളെങ്കിലും എടുത്തായോ? അനിയൻ ചക്കൻ അത്രക്ക് സീനാ. എന്റെ കോട്സ, ഇപ്പൊ എന്റെ മൂക്ക പോയിട്ടുള്ളോ, എന്റെ തലയും കൂടി കളയോ നീ? ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, ഇനിയൊരു ചെറിയ നാരങ്ങ വെള്ളത്തിന്റെ പരിപാടി വരെ ഞാൻ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ചെയ്യില്ല. പേടിച്ചിട്ട കോട്സ് ചെല്ലു തൽക്കാലം. എടുത്ത കുരിശ്. ആ ചെക്കനോട് ഞാൻ എന്ത് പറയണ്ട കർത്താവേ. നമസ്കാരം മുരളി. എനിക്ക് ഒരു 30 കുപ്പി ധവാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചായിരുന്നു. 30 കുപ്പി ധവാൻ എന്തിന്? നമ്മൾ ഈ പിടിച്ചെടുക്കുന്ന മദ്യമൊക്കെ എൻ്റെ അണ്ടറിലാണെന്ന് മുതലാളിക്ക് അറിയാലോ. വല്ലപ്പോഴേക്ക് ചെറുങ്ങനെ ഓരോന്നോരോന്ന് അടിച്ച് ഇപ്പോൾ 30 കുപ്പി അങ്ങ് തീർന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ചൊറിയൻ എസ്ഐക്ക് പെട്ടെന്ന് കണക്ക് സ്റ്റോക്കും കാണണമെന്ന്. 30 കുപ്പി സ്റ്റോക്കെ കാണിച്ചില്ലെങ്കിൽ എൻ്റെ ജോലി തിരക്കി മുതലാളി. നീ അല്ലാണ്ട് ഈ ധവാനൊക്കെ എടുത്തടിക്കോ? നമുക്ക് ഈ സ്കോച്ചും വിസ്കിയും ഒന്നും പോകത്തില്ലെന്ന് മുതലാളിക്ക് അറിയത്തില്ലേ? ഇനിയിപ്പോൾ ഇതിനെന്താണ് ഒരു വഴിയെന്നൊന്ന് പറഞ്ഞാ? എൻ്റെ പൊന്ന് സാബു, ഈ ധവാൻ റമ്മെന്ന് പറയുന്നത് ഒരുമാതിരി കൗട്ടകളുടെ ബ്രാൻഡാണ്. ഇത് ബാറിലും ബീവറേജിലും വന്ന് അപ്പം തന്നെ സ്റ്റോക്ക് അങ്ങോട്ട് തീരും. പോരാത്തിന് ലോക്ക്ഡൌണിന് 2 ആഴ്ച മുന്നേ ഡിസ്റ്റിലറിയിൽ ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ബീവറേജിൽ തന്നെ ധവാൻ കാണാൻ സംശയം. അപ്പോഴാണ് നിന്റെ ഉപ്പ് കുപ്പി. അപ്പൊ മുതലാളി എൻ്റെ ജോലി മരുന്ന് കഴിക്കണടാ. മുതലാളി അച്ഛനും വല്യച്ഛനും അച്ചാച്ചനും ബാക്കി കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ എന്തായാലും കിട്ടും. നമുക്ക് തരാതെ പിന്നെ അവൻ ആർക്ക് കൊടുക്കാനാ? ആണേ. രാവിനോ ഒരു കുപ്പി വന്നടാ, 850 രൂപ വരാം. കൊടുക്കണില്ല. അവൻ കൊടുക്കുന്നില്ലെന്ന്. നീ അവനൊന്നുകൂടെ വിളിച്ചേ. വിളിക്കേ രാവിനോ ഈ 520 മാട്ട സാധനത്തിന് 850 അത്ര കുറവൊന്നല്ലോട്ടാ. പിന്നെ നീ ആയോണ്ട് ഞാൻ പറഞ്ഞൊരു 1000 ആക്കിണ്ട്. 2 കുപ്പി എടുത്തേക്ക്, ഞാൻ തപ്പാ. കൊടുക്കില്ല.
ഷോമിയോടെ വിനു ദേ, ഇവന്മാര് പറയുന്ന കേട്ടെ ഈ 850 ആയിരത്തിനൊന്നും കൊടുക്കാൻ നിൽക്കണ്ടേട്ടാ. നല്ല കാശ് കിട്ടണ സമയം. ഞാൻ ഒരു 1500 വെച്ച് 3 കുപ്പി അങ്ങോട്ട് എടുക്കാം. കൊടുക്കണില്ല. എന്താ കൊടുക്കാത്ത? ഞാൻ ഇപ്പഴേ വീട്ടിൽ പോയെന്ന് പറഞ്ഞു മറി. എടാ ബിനുവോ, ഇത് പാപ്പനാടാ. കയ്യും കാലും മറച്ചിട്ട് പഞ്ചാരിയും പരിപ്പൊക്കെ കൊടുത്ത് കൊടുക്കാൻ പറ്റണില്ലടാ. നിന്റെ അച്ഛനെ പോലെ കരുതിയിട്ട് പാപ്പന് 1 ലിറ്റർ താടാ. 2000 രൂപ തരാടാ പാപ്പൻ. കൊടുക്കണില്ല എന്ന് മാത്രം പറയരുതടാ. കൊടുക്കണില്ല. പാട്ടി വേണ്ട, ഞാനടി നിർത്തി. പൊന്നുമലാണ് ഓരോ തുള്ളിക്കൊപ്പം കാശ് അവിടെ ഇരിക്കട്ടെ. കൊടുക്കണില്ല. രാജ്യമെമ്പാടും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ 5ാം ദിവസത്തിലേക്ക്. രാജ്യത്താകെ മദ്യം കിട്ടാതെ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം 30 കടന്നു. തുടങ്ങി നേരെ വിളിക്കുമ്പോ തന്നെ കുപ്പി അന്വേഷിച്ചിട്ടുള്ള ആൾക്കാരുടെ വരവ് ആവശ്യങ്ങള്. എടാ കൈ വിറച്ചിട്ട് കടയിൽ സാധനം ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റില്ലടാ. നീ ഒരു കുപ്പി ഉണ്ടെങ്കിൽ എടുത്തേ. ഇവിടെ കുപ്പിയൊന്നുമില്ലാപ്പാ. നിന്റെ അപ്പനാന്ന് വിചാരിച്ചെങ്കിലും ഒരു കുപ്പി കൊണ്ടടാ. പാപ്പന്ന് പോയാപ്പറന്ന് എന്താ ബീവറേജാ? കൊണ്ടടാ, ഒരു കുപ്പി കൊണ്ടടാ. പാപ്പ ഇവിടെ കുപ്പിയും കോപ്പൊന്നും ഇല്ലാന്ന്. ആഹാ, നീയൊക്കെ നശിച്ചു പോവുള്ളടാ. തമ്പുരാനാണ്, നീയൊക്കെ നശിച്ചു പോവും. വെള്ളം കിട്ടാതെ ചത്തു പോടാ. ഇറങ്ങി പോവാപ്പറന്ന്. നീയൊക്കെ ഗേറ്റി കിട്ടാതെ. നാട്ടുകാരുടെ പ്രാക്കം മേടിച്ചു പിടിച്ച് എല്ലാം തല്ലി പൊളിക്കടാ. നീ നിന്റെ ഒരു ഒടുക്കത്തെ ഒരു കുപ്പി. താടി മുടി വെച്ച മൈത്താന്റെ വരെ പിടിക്കാം. മദ്യം കൊണ്ട് പറ്റാ. 10 കുപ്പി മദ്യാണ് മറ്റേ എറണാകുളത്ത് ഇവിടെ എത്തിക്കണേ. നമ്മുടെ ദുർബലൻ എടുക്കാൻ പോയണേ. ചേട്ടായിടെ പൊന്നു മോണില്ലേ, ഒരു 1/2 മണിക്കൂർ സമയം ചേട്ടായിക്കാടാ. 1/2 മണിക്കൂർ മാക്സിമം. അത് കഴിഞ്ഞാൽ പറ്റൂല. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഒട്ടും പറ്റൂല. മതി, അത് മതി. എന്തായി? അവര് വിളിച്ചിരുന്നു. അവർ 10 മിനിറ്റുള്ളിൽ റീച്ച് ആവും. അവരിന്ന് സാധനം കളക്ട് ചെയ്താ ഞാൻ അപ്പൊ തന്നെ സ്കൂട്ടാവൂട്ടോ. ഇവിടെ ആകെ സീന. അമിട്ട് പൊട്ടിമാരിയ ഗ്ലാഡുവിന്റെ അവസ്ഥ. ടെൻഷനായിട്ട് വയ്യ. നീ പെട്ടെന്ന് ആ കുപ്പിയും കൊണ്ട് ഇങ്ങോട്ട് വന്നടവനെ. ഗോഡ്സം ഭായി, നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഒന്ന് പേടിക്കാണ്ടിരുന്നേ. ഹാപ്പി ആയിട്ടിരുന്നേ. ഹാപ്പി കൊറോണ ട്ടാ. ഹാപ്പി കൊറോണയാ? ഈശോയെ, കുപ്പി കാത്തോളണേ. ആർക്കടി മദ്യം? ഗോഡ്സന്റെ നമ്മുടെ പുലിപ്പറക്കുന്നു ഗോഡ്സൺ. ഷാജിക്കാനെ പണിതേന് മോന്തേനൊക്കെ ഒരു വെട്ടിയില്ലേ, ആ വെട്ടി ആയിട്ടാണ് ഈ ഗോഡ്സൺ. പുള്ളിക്കൊരു അനിയൻ ചെക്കനുണ്ട്, ഒരു വധൂരി ചെക്കൻ. ഇപ്പൊ മദ്യം കിട്ടാൻ്റെ സിക്കായിരിക്കുക. ആ പന്നിക്ക് വേണ്ടിട്ട് ഇടിയില്ലേ. ടീമേ, ഇതാണ് ഗോഡ്സൺ ഭായ്. ഇത് വേറെ ഏതോ വാണാണ്. അവൻ്റെ കളറും മുടി ഊളത്തടിയും കണ്ടറിഞ്ഞൂടെ. ഈ ഗോഡ്സം ഭായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെയിം ടു യു. നിയാസെ കുപ്പി എടുക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് എടുത്തത് നമ്മുടെ ഭായ. നമ്മളും അതെ. നമ്മളറിയണ്ട. ഇവിടെ അപ്പൊ ഓക്കെ എന്നാ ശരി. ആര് സ്റ്റിക്കർ അടിച്ചേ? ഞാൻ. എന്തി? എഡ്യൂക്കേഷൻ ഒട്ടൂലല്ലേ? എന്ത് പൊട്ടത്തരട അടിച്ചു വെച്ചാണേ. പോലീസ് വിളിക്കൂട്ടാ. ഹാപ്പി കൊറോണ. ഹാപ്പി കൊറോണ. മെഡിക്കലിന്റെ സ്പെല്ലിംഗ് പോലെ അറിയാൻ പാടാത്തൊരു വാണങ്ങൾ ഇറങ്ങിയേക്കാ. ശരിയല്ലേ? ഏറെക്കുറെ ചെയ്യാനുള്ളൂ. ഞാനാരും പഠിപ്പിക്കാറില്ല ചെയ്യുന്നു. അവന്റെ ഒരു മെഡിക്കല് പൊളിക്ക് ഞാൻ പൊളിച്ച. ഹലോ സാറേ,
ഇവിടെ ഈ അതിർത്തി ഏരിയല്ലേ വണ്ടികൾ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലം, അവിടെ ഒരു ഒമ്നിയില് മദ്യം കിടത്തുന്നു സാറേ. വണ്ടി നമ്പർ 5170 വൈറ്റ് ഒമ്നി. ഓക്കെ, ഞാൻ വരാം. ഓഫീസേഴ്സ്, അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയും വെക്കും. പന്നിറച്ചൂട്ടിന് പൊള്ളി വിളിക്കാനുള്ള വാട്സപ്പായി എന്തായാലും ഹാപ്പിയോ, എനിക്കത് മതി. വാട്സപ്പായിട്ട് ഹാപ്പിയാണ് എൻ്റെ ഹാപ്പി. അയ്യോ എക്സസൈസ് പേടിക്കണ്ട, കൊറോണ അല്ല, അലർജിയാ. എനിക്ക് ഉമ്മാരെ കാണുന്ന തന്നെ അലർജിയാ. സാറേ കൊരട്ടിയില് അലർജിക്കുള്ള നല്ലൊരു ഡോക്ടർ എന്താ ഈ കുപ്പിട്ടിരുന്ന ബൈ കുപ്പിട്ടി ബൈ, പക്ഷേ എക്സസൈസ് വണ്ടിന്റെ ബാക്കിലുണ്ടല്ലോ ബൈ. എക്സസൈസാ? എടാ ഒരു കാരണവശാലും എക്സസൈസിന് കീഴടങ്ങരുത്. എനിക്കിവിടെ കുപ്പി കിട്ടിയിരിക്കണം. എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പ്പെടില്ല ബൈ. എനിക്ക് അവരെ വേണമെന്ന്. സാറേ ഇത് പഴയ വണ്ടിയിലെ സാറേ, 80 മോഡൽ. എന്താ സാബു? കുഴിയാണ് സാർ. കുഴി? എന്റെ സാബു ഫാസ്റ്റായിട്ട് ഇവിടെ അവരെ പിടിക്കേ. വിടാം. അവരെന്നെ അതിസാഹസികമായിട്ട് കീഴ്പ്പെടുത്തി പോയി. സാർ പിടിക്കുന്നു. അത്യാവശ്യമായിട്ട് സത്യൻ സാറേ, സത്യജിത്ത് സാറേ, ഇവനെ പിടിച്ചതേ കേരള പോലീസാ. ഇവനെ പിടിക്കാൻ സ്കെച്ചിട്ടത് ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ. പട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ്. പിന്നെ എല്ലായിടത്തെയും പോലെ എക്സൈസിന്റെ കേസിൽ കയറി കളിച്ച് ആളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ, അത് ഈ സത്യത്തിന്റെ റേഞ്ച് വേണ്ട. ശിവമോനെ, ഇവനെ ഞാൻ കൊണ്ടുപോവാ. എക്സൈസിന്റെ ഗേറ്റ് മലർക്കെ തുറന്ന് തന്നെ കിടക്കും. നിന്റെ പിള്ളേരെ കുട്ടി ഇവനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ. പിടിച്ചു കയറോ. അതെ മലർക്കെ തുറക്കാൻ നമ്മുടെ സ്റ്റേഷനിൽ അതെ, ഞാൻ പറയുന്ന മാസ് പഞ്ചിൽ ഗേറ്റ് ഉണ്ടാവും. താൻ അതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, കൊണ്ട ഗേറ്റ് വെക്കേ. പിന്നെ സാബു പയ്യെ പോയാൽ മതി, മുമ്പത്തെ സ്പീഡ് വേണ്ട. വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം. വണ്ടി എടുക്ക. എടാ കുപ്പിയാ കൊപ്പറകളെ തീണ്ടടാ, ഒരു 5-10 മിനിറ്റാ. എന്താണ് നിന്റെ പേര്? ദുർബലൻ. ശരിക്കുള്ള പേര് പറടാ. ബാലൻ. ഫോൺ എടുത്തോട്ടെ. ലൗഡ് സ്പീക്കർ ഇടാ. പേടിക്കണ്ട, സീനൊന്നുമില്ല. പിന്നെ നീ വല്ലതും കഴിച്ചോ? സ്നേഹം കൊണ്ട് ചോദിക്കണ സാറേ. അപ്പൊ നീ കോട്സിന്റെ ആളാ? ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. എന്നിട്ടെന്താ നീ ഇതുവരെ പറയാഞ്ഞേ? അത് പിന്നെ കോട്സൻ എന്റെ സ്വന്തം ആളല്ലേ? എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അങ്ങ് മുത്തങ്ങ റേഞ്ചിലായിരുന്നു. അന്ന് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഏർപ്പെടായിരുന്നു. ആണോ? അന്ന് മുതലുള്ള പരിചയമായി കോട്സനുമായിട്ട്. ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. ദുർബലിനെ ഞാനൊരു കരിക്ക് എടുക്കട്ടെ? വേണ്ട സാറേ. അയ്യോ അങ്ങനെ പറയരുത്, ഒരെണ്ണം എടുക്കാം. സാറിന് നിർബന്ധമാണെങ്കിൽ എടുക്കാം അല്ലേ? സതീശ, ദുർബലിനൊരു കരിക്കേ? ഭയങ്കര ഇഷ്ടം. അതിനെന്താ തണുപ്പിക്കാലോ? സതീശ, തണുത്തതേ? തണുത്തത് സാറിന് വേണ്ടേ? എനിക്ക് ആദ്യം മോനെ. വെരി ഗുഡ് സാർ. ഇതാണോ സാർ കരിക്ക്? അതെ. ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകൾ ഇങ്ങനകത്തി നന്നായി കുനിഞ്ഞു നിൽക്കുക. എന്നാലേ കരിക്കിനിരിക്കുമ്പോൾ നല്ല പദം വരും. മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഈ കരിക്ക് മാറ്റി ഞാൻ ചക്ക കെട്ടി തൂക്കും. മനസ്സിലായോ? എന്ന് ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ, പോയിക്കോളൂ. പോട്ടെ സാർ. സാർ പൊസിഷൻ ഓക്കെ അല്ലേ? ഗുഡ് ബോയ്. അനസേ, എത്ര സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഇടിച്ചാലും അവൻ നല്ലോണം അലറുമ്പോ തുപ്പിലെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന്റെ മോന്തയ്ക്ക് ഒരു 3 മാസ്ക് വെച്ച് കൊടുത്തേ. N95 ഉണ്ടാവോ? മാസ്ക് ഓക്കെ? ഓക്കെ. സതീശ തുടങ്ങിക്കോ. സമയം കളയണ്ട. ദുർബലിന്റെ കരച്ചിലല്ലത്. എഴുതാൻ പോലും സതീശ കരിക്ക് മിസ് ചെയ്യല്ലേ? കറക്റ്റ് മുതുകത്ത്. അത് തന്നെ.
ഇതാരെ ഗോഡ്സണോ? നിനക്കിപ്പോ കള്ള് കച്ചവടം അല്ലേ? അല്ല സാറേ, ആ 10 ഉപ്പ് ഇങ്ങനെ തന്നേക്ക് സാറേ. അനിയൻ ചക്കനെ ഒരിത്തിരി സീനായിട്ട് ഇരിക്കുന്നത്. അനിയൻ എന്താ സീൻ? അവനും മദ്യമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അവന് വേണ്ടി കൊടുന്നതാ സാറേ. ചുമ്മാ കഥ വിട് ഗോഡ്സാ. നിനക്കിപ്പം മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നീ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം. എന്നാ കേട്ടോ, നിന്റെ കൈ കൊണ്ട് ഞാൻ സ്ഥലത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല. ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല. പിന്നെ ഈ കേസ് ദുർബലിന്റെ നില കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട. നിന്നെ ഞാൻ പൊക്കും ഗോഡ്സാ. പൊക്കിയിട്ടേ പഴയ കണക്കടക്കം ഞാൻ തീർക്കും. ഗോഡ്സാ, നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കോല. അങ്ങോട്ട് നോക്ക്.